നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിടുക്കപ്പെട്ട് പല ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാർ നടത്തുന്നത് നമ്മൾ കണ്ടു. സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് കേരളം ഒന്നടങ്കം നാറി നാണം കെടുകയും ചെയ്തു. അതായത് പറഞ്ഞു വരുന്നത്, രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പ്രമാടത്തെ ഹെലിപ്പാഡിൽ കോൺക്രീറ്റിൽ പുതഞ്ഞുപോയതിനെ കുറിച്ചാണ്. പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്നായിരുന്നല്ലോ അത് തള്ളി നീക്കിയത്. അത് ദേശീയ തലത്തിൽ വാർത്തയാകുകയും പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ വരെ വാർത്തയായി കേരളം നാറി നാണം കെട്ട് നിന്നതാണ്. അതായത് BBC ഉൾപ്പെടെ ഈ വാർത്ത വന്നിരുന്നു. പലരും കേരളത്തെ ട്രോളുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ എല്ലാ നാണക്കേട് കേരളത്തിന്റെ തലയ്ക്ക് മുകളിലാണ്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ വിഷയങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ശബരിമലയിൽ വലിയ ഒരു അപകട ഭീതി ഉണ്ടായിരുന്നു. അത് രാഷ്ട്രപതി വന്നതോടെയാണ് ഇല്ലാതായത്. അതായത് വിശ്വാസികളെ രക്ഷിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണെന്ന് പറയേണ്ടി വരും. ദ്രൗപദി മുർമു ശബരിമലയിലേക്ക് എത്തുന്നതിനോട് അനുബന്ധിച്ച് വലിയൊരു വെട്ടിനിരത്തൽ നടത്തിയിരുന്നു സർക്കാർ. ആ വെട്ടിനിരത്തൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90ഓളം മരങ്ങൾ രാഷ്ട്രപതിയുടെ വരവോടുകൂടി വെട്ടിമാറ്റിയിരുന്നു. ഇതിനെ പല രീതിയിലാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. അതായത് എന്തിനാണ് ഇത്രയേറെ മരങ്ങൾ മുറിച്ചു മാറ്റിയത് എന്നുള്ള ചോദ്യം ഉയരാം. അത് പ്രകൃതിക്ക് ദോഷമല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. മറ്റൊരു കൂട്ടർ വേണമെങ്കിൽ ഇതിനെ രാഷ്ട്രപതിയുടെ വരവിന്റെ ഭാഗമായി മരങ്ങൾ വരെ മുറിച്ചു മാറ്റേണ്ടി വന്നു, ഇതെന്തൊരു ദ്രോഹമാണ് എന്നൊക്കെ ചർച്ച ചെയ്തേക്കാം. പക്ഷേ സംഭവം അതൊന്നുമല്ല. ഈ മരങ്ങൾ വലിയ അപകടാവസ്ഥയിലായിരുന്നു ശബരിമലയിൽ നിന്നിരുന്നത്. അതാണ് വെട്ടിമാറ്റിയത്. ഒന്ന് ഓർത്തു നോക്കണം, വലിയ മഴയാണിപ്പോൾ. ഇത്രത്തോളം അപകടകരമായ നിലയിൽ 90ഓളം മരങ്ങൾ നിന്നിട്ടും അതിതുവരെ മുറിച്ചു മാറ്റാൻ പോലുമുള്ള ഒരു നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. രാഷ്ട്രപതി വരുന്നതനുബന്ധിച്ചാണ് ആ മരങ്ങൾ മുറിച്ചു മാറ്റിയത്. അപ്പോൾ രാഷ്ട്രപതി വന്നില്ലായിരുന്നുവെങ്കിൽ ആ മരങ്ങൾ അതുപോലെ തന്നെ അവിടെ നിൽക്കുമായിരുന്നില്ലേ? എത്രയോ വിശ്വാസികളാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടിയല്ലേ ഇത്? രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിന് മുന്നോടിയായി റാന്നി വനം ഡിവിഷനിൽ മുറിച്ചു മാറ്റിയത് 90 മരങ്ങളാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള റോഡരികിൽ അപകടകരമാം വിധം കണ്ടെത്തിയ മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. ഗൂഡ്രിക്കൽ റേഞ്ചിലെ നിക്ഷിപ്ത വനഭൂമിയിൽപ്പെട്ടതാണ് ഈ മരങ്ങൾ. തേക്കും പാഴ്മരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. രാഷ്ട്രപതിയുടെ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് മുറിച്ചു മാറ്റേണ്ട മരങ്ങൾ കണ്ടെത്തിയത്. ഇതിനു പുറമെ സന്നിധാനം വരെ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം കടന്നുപോയ റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള മരച്ചില്ലകളും മുറിച്ചു മാറ്റിയിരുന്നു. 90 മരങ്ങളുടെ ചില്ലകൾ ഇത്തരത്തിൽ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ബുധനാഴ്ച ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ രാഷ്ട്രപതി പമ്പയിൽ വിശ്രമിക്കുന്ന സമയത്ത് KSRTC ബസ് സ്റ്റേഷന് സമീപം മരം ഒടിഞ്ഞ് റോഡിൽ വീണിരുന്നു. NDRFും അഗ്നിരക്ഷാസേനയും ചേർന്ന് മരം പിന്നീട് മുറിച്ചു മാറ്റുകയായിരുന്നു. ഇതുപോലെ അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന മരങ്ങളായിരുന്നു മുറിച്ചു മാറ്റിയത്. ഒന്ന് ഓർത്തു നോക്കണം, എത്രത്തോളം ഗുരുതരമായ ഒരു വിഷയമാണിത്. ഇതിനെ നിസ്സാരം പോലെ ഈ അധികാരികൾ കൈകാര്യം ചെയ്തത്. അവിടെയാണ് ചോദ്യം. രാഷ്ട്രപതിയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് നേതാക്കൾ ആരെങ്കിലും വന്നാലേ ശബരിമലയിലെ സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി എന്നൊക്കെയായിരുന്നു ഈ സർക്കാർ വിശദീകരണം നടത്തിയത്. എന്നിട്ട് പോലും ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ എന്ത് സുരക്ഷാ സംവിധാനങ്ങളാണ് നിങ്ങൾ അവിടെ ഭക്തർക്ക് വേണ്ടി ഒരുക്കുന്നത്? നമുക്കറിയാം, തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ശബരിമല ഭാഗമെന്ന് പറയുന്നത് മലയും കുന്നും ഒക്കെയാണ്. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അവിടെയാണ് അപകടകരമായ രീതിയിൽ ഇത്രത്തോളം മരങ്ങൾ, അതായത് 90ഓളം മരങ്ങൾ നിന്നിരുന്നത്. ഈ 90ഓളം മരങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ മരങ്ങളാണ്, തേക്കുൾപ്പെടെയുള്ള മരങ്ങൾ. അത് കടപുഴകി വീഴുകയോ മറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു കൊമ്പെങ്കിലും ഒടിഞ്ഞു വീണാൽ തന്നെ എത്രത്തോളം ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകും. എന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ രാഷ്ട്രപതി വരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു അവിടുത്തെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി. വിശ്വാസം സംരക്ഷിക്കും, വിശ്വാസികളെ സംരക്ഷിക്കും എന്നൊക്കെ വായ്ത്താളം അടിച്ചിട്ട് കാര്യമില്ല. അവിടുത്തെ കാര്യങ്ങളിൽ ഓരോന്നിലും ശ്രദ്ധ പതിപ്പിച്ച് അതിനുവേണ്ട നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, ഇപ്പോൾ വിവാദങ്ങളുടെ കൊടുങ്കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുകയാണ്. എപ്പോഴും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്ന റോഡുകളാണ് ശബരിമല പാത. അവിടെയാണ്
വേരും കൊമ്പുമൊക്കെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന നിലയിൽ മരങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്ന സമയത്തും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു നടപടി എടുത്തില്ലായിരുന്നുവെങ്കിൽ എത്രത്തോളം വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാകുമായിരുന്നു. എല്ലാത്തിനും കേരളം മറുപടി പറയേണ്ടി വന്നേനെ. അല്ലെങ്കിൽ തന്നെ രാഷ്ട്രപതി വന്നു പോയിട്ട് എന്തെല്ലാം പിഴവുകളാണ് നമുക്ക് സംഭവിച്ചത്. അതിന്റെ നാണക്കേട് ഇനിയും മാറിയിട്ടില്ല. എന്നാൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നാണ് സർക്കാരും PWDയും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ PWD തന്നെ അവരുടെ അനാസ്ഥ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ പിഴവ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതായത് ആ പ്രമാടത്ത് കോൺക്രീറ്റിങ്ങിൽ ഈ പറയുന്ന ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ പുതഞ്ഞുപോയത്. പിന്നീട് അത് തള്ളി നീക്കിയതിന്റെ ഫോട്ടോയും ദൃശ്യങ്ങളും ഉൾപ്പെടെയാണ് ദേശീയ മാധ്യമങ്ങളിൽ പോലും നിറഞ്ഞത്. ഇത് വാർത്തയായതോടുകൂടി ഉത്തരേന്ത്യയിലെ പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും സൈറ്റുകളിലും ഒക്കെ നിറഞ്ഞത് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ആയിരുന്നു. കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വലിയ പുകിൽ ഇവിടെ നടന്നായിരുന്നല്ലോ. അതിന്റെ ബാക്കി പത്രമായിട്ട് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് ഉത്തരേന്ത്യക്കാർ. അതായത് ഈ ഒരു സംഘം ആൾക്കാരുണ്ട്, കേരളത്തെ കളിയാക്കുന്ന കുറെ ആൾക്കാർ. അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ്. അതിന്റെ മാക്സിമം അവർ അത് വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഹെലികോപ്റ്റർ തള്ളി നീക്കുന്നത് കണ്ടിട്ട് ആ ചിത്രത്തിന് താഴെയാണ് പലരും ഇതാണോ കേരള മാതൃക, നമ്പർ 1 കേരളം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ഇട്ടത്. ഉത്തരേന്ത്യ വരെ പോകേണ്ട കാര്യമില്ല. ഇങ്ങ് കേരളത്തിലുള്ളവർ പോലും ഈ ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലാണ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കേരളത്തെ അപമാനിച്ചത്. അത് നമ്മൾ കണ്ടതാണ്. ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഉണ്ടല്ലോ, കേരളത്തിലാണ് അവർക്ക് സുഖ സൗകര്യത്തിൽ കഴിയുന്നത്, പക്ഷേ ഇവിടെ കൊള്ളില്ല എന്നാണ് അവർ അവരുടെ മിക്ക പോസ്റ്റുകളിലും തുറന്നടിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കേരളത്തെ അങ്ങേയറ്റം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അങ്ങേയറ്റം അപമാനിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് കൃത്യമായി പറയുക, കേരളം എന്തിലാണ് പിന്നിലുള്ളത് എന്ന്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറ്റവും മുന്നിൽ തന്നെയാണ്. പക്ഷെ അത് തുറന്ന് സമ്മതിക്കാൻ ചില രാഷ്ട്രീയക്കാർക്ക് സാധിക്കില്ല. കാരണം അവരുടെ രാഷ്ട്രീയം അതായതുകൊണ്ടാണ്. അവരെ കുറ്റം പറയുന്നില്ല. എങ്കിലും ജനിച്ചു വീണ മണ്ണിനെ ഇങ്ങനെ അങ്ങ് കുറ്റം പറയുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. കേരളം ഏറ്റവും മികച്ച സംസ്ഥാനം തന്നെയാണ്, അല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറെ മുന്നിലാണ് എന്നുള്ളത്. ഇതിപ്പോൾ ഒരു അജണ്ടയായി മാറിയിരിക്കുകയാണ്. അതായത് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് എന്ത് വന്നാലും അതിനെ വലിയ രീതിയിൽ പെരുപ്പിച്ചു കാട്ടി അപമാനിക്കുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. എന്തായാലും ദ്രൗപദി മുർമു വന്ന് ഹെലികോപ്റ്റർ ആ കോൺക്രീറ്റിൽ പുതഞ്ഞു പോയത് നിസ്സാര വിഷയമല്ല, സുരക്ഷാ വീഴ്ച തന്നെയാണ്. അത്തരത്തിലുള്ള പിടിപ്പുകേടുകൾ ഈ സർക്കാർ കാരണമാണ് ഉണ്ടാകുന്നത്. ഈ സർക്കാരാണ്, ഈ പറയുന്ന പാർട്ടികളാണ് ഈ കേരളത്തെ ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമല വിഷയത്തിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക. അവിടെ അപകടകരമായ നിലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഉള്ളത് എന്ന് ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയും മുറിച്ചു മാറ്റാൻ മരങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ കണക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക എന്നാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥരോട്, ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത്. കാരണം ജനങ്ങളുടെ ജീവൻ വെച്ച് നിങ്ങൾ കളിക്കരുത്. ഒന്ന് ഓർത്തു നോക്കണം, ശബരിമലയിലേക്ക് എത്തുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ്. അവരുടെ ജീവൻ വെച്ച് കളിക്കരുത്. അവരുടെ വിശ്വാസം വെച്ച് ഇവിടെ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കൂടിയാണ് പറയുന്നത്. ശബരിമലയിൽ നടന്ന കൊള്ളയിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അയ്യപ്പന്റെ വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ള നയമൊന്നും അല്ല എന്നുള്ളത് ഇവിടുത്തെ വിശ്വാസികൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്. അത് CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വിശ്വാസികൾക്കാണ് വ്രണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സാണ് വ്രണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും പിഴവുകൾ പരിഹരിച്ച് കൃത്യമായ രീതിയിൽ അവിടുത്തെ കാര്യങ്ങളൊന്ന് നടപ്പിലാക്കാൻ ദയെങ്കിലും ഈ പറയുന്ന ഭരിക്കുന്നവർ കാണിക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.